ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ OBBSൻ്റെ 3-ാം ദിവസത്തെ വിശേഷങ്ങളൊക്കെയാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. അപ്പം രാവിലെ ഇന്ന് താമസിച്ചാണ് ഞങ്ങൾ 7:30, സാധാരണ 7 മണിക്കാണ് തുടങ്ങുന്നത്. ഇന്ന് 7:30 നമ്മൾ തുടങ്ങിയത് OBBS. അപ്പോൾ എല്ലാവരും കുഞ്ഞുങ്ങളെല്ലാം എത്തിയിട്ടുണ്ട് മാച്ചിങ് സോങ്ങോടുകൂടി. ഞാനെടുത്തായിരുന്നു ഇന്നലെ. ഇഷ്ടപ്പെട്ട് പ്രാർത്ഥിക്കുക, താല്പര്യത്തോടെ പ്രാർത്ഥിക്കുന്നതിനെ പറ്റി. അതുപോലെ നിരവധി പരിമളത്തിന് വേണ്ടി പ്രാർത്ഥനയെ പറ്റി പറഞ്ഞത് പറഞ്ഞായിരുന്നു. ഓർമ്മയുണ്ടോ? ഒരാളും പറഞ്ഞിരുന്നു പ്രാർത്ഥനയെ പറ്റി പരിമളത്തിന് വേണ്ടി എന്താ പറഞ്ഞത്? തുടക്കം കിട്ടുക. എല്ലാവർക്കും അറിയാമോ? ഓക്കെ, അപ്പോൾ പറയുന്നതൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഓരോ ദിവസം ഓരോ ദിവസം പറയുന്നതൊക്കെ ഓർക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം പ്രാർത്ഥനയും സമാധാനവും എന്നുള്ളത്. പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് എന്താ ലഭിക്കുന്നത്? പ്രാർത്ഥനയ്ക്കൊണ്ട് നമുക്ക് എന്താ കിട്ടുന്നത്? അനുഗ്രഹം കിട്ടും, പിന്നെ വേറെ സമാധാനം കിട്ടും. അപ്പോൾ നമ്മുടെ വിഷയം തന്നെ പ്രാർത്ഥനയും സമാധാനം എന്ന് വെച്ചാൽ ഇന്നിപ്പോൾ നമ്മൾ സമാധാനം ഇല്ലാത്തൊരു അന്തരീക്ഷത്തിൽ പ്രാർത്ഥനയിൽ കൂടി എങ്ങനെ സമാധാനം ലഭിക്കുന്നുള്ളൂ നമ്മൾ നോക്കുന്നത്. അപ്പോൾ പിന്നെ എന്തുകൊണ്ട് സമാധാനം ഇല്ലാത്ത അന്തരീക്ഷം എന്ന് പറയാൻ കാര്യം? ഇന്ന് നമ്മൾ കാണുന്നത് ഒരുപാട് യുദ്ധങ്ങൾ അല്ലേ? പിഞ്ചു കുഞ്ഞുങ്ങളോട് പോലും എന്താണ് ഒരു കരുണ കാണിക്കാതെ യുദ്ധങ്ങൾ നമ്മൾ കാണുന്നത്. അപ്പോൾ സമാധാനം നമ്മൾ കാണുന്നത് സമാധാനം ഇല്ലാത്ത അന്തരീക്ഷമാണ്. അപ്പോൾ അവിടെ നമുക്ക് സമാധാനം ലഭിക്കാൻ എന്ത് ചെയ്യണമെന്ന് പറയുന്നത്? പ്രാർത്ഥന. പ്രാർത്ഥനയിൽ കാരണം നമ്മൾ വേറെ അവർക്ക് ദേഷ്യം കാണിക്കുന്നില്ല, എല്ലാവരോടും സ്നേഹം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പ്രാർത്ഥനയിൽ കൂടി എന്താ നമുക്ക് ലഭിക്കുന്നത്? സമാധാനം ലഭിക്കും. അപ്പോൾ പ്രാർത്ഥനയുടെ ഫലം സമാധാനമാണ് ഇവിടെ പറയുന്നത്. നമ്മൾ കാര്യസാധ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാറില്ല, എനിക്ക് ഇന്നത് വേണം, ഇന്ന സാധനം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗ്ഗം സന്തോഷിക്കും. രണ്ടാമത്തെ പോയിന്റ് എന്താ? കാലഘട്ടത്തിന്റെ ആവശ്യം. നമ്മളുടെ ആവശ്യമാണ് പ്രാർത്ഥിക്കാൻ പറയുന്നത്. കാരണം ഇത് നമ്മൾ വേറെ കാര്യങ്ങൾക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. എന്തൊക്കെ കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് ഉള്ളത്? ഗെയിം. പക്ഷെ അതെല്ലാം വേറെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് സത്യസന്ധമായിട്ട് പറഞ്ഞിരിക്കുക. മൊബൈൽ കൊടുക്കുന്നില്ലേ? അല്ല, ഗെയിം. ഓക്കെ, ഗെയിം ഇമ്പോർട്ടൻസ്. പിന്നെ പഠിക്കുന്നത് പഠിത്തത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കും. സ്കൂള്, ഫ്രണ്ട്സ്, പിന്നെ എന്തിനാണ് കൊടുക്കുന്നത്? ഡാഷ് കഴിപ്പിക്കാനല്ല, സുവിശേഷം അറിയിക്കാൻ അത്രേ ക്രിസ്തു എന്നെ അയച്ചത്. ആ ഡാഷ് ഫില്ല് ചെയ്യും. ഡാഷ് കഴിപ്പിക്കാനല്ല, സുവിശേഷം അറിയിക്കാൻ അത്രേ ക്രിസ്തു എന്നെ അയച്ചത്. പാസ് പാസ് പാസ്സാണ് ക്വസ്റ്റ്യൻ. അറിവ് ചീർപ്പിക്കുന്നു, സ്നേഹമോ എന്ത് വരുത്തുന്നു? അറിവ് ചീർപ്പിക്കുന്നു, സ്നേഹം എന്ത് വരുത്തുന്നു? സ്നേഹം എന്ത് വരുത്തുന്നു? ഫില്ലിന്തല്ല. അറിവ് ചീർപ്പിക്കുന്നു, സ്നേഹം വേറെന്തോ ചെയ്യുന്നുണ്ട്. സ്നേഹം എന്ത് വരുത്തുന്നു? അറിവോ ചീർപ്പിക്കുന്നു, സ്നേഹമോ വരുത്തുന്നു. നെഗറ്റീവ് ഇല്ല, എന്തിനും അതിന് പാസ് ചെയ്യാം. ആത്മീക വർദ്ധനയാണ്. അറിവ്
കൊരിന്ത്യർക്കിടയിൽ പിണക്കമുണ്ടെന്ന് ആരുടെ ആളുകൾ പറഞ്ഞാണ് പൗലോസ്ലീഹ അറിയുന്നത്? പൗലോസ്ലീഹ കൊരിന്ത്യർക്കിടയിൽ നീ മുന്നോട്ട് പോകുന്നുണ്ട് മോഹമില്ലാത്തയാന്ന് പറഞ്ഞ് പിന്നെന്താ വേണം. ഇന്നത്തെ സൺഡേ സ്കൂൾ ഞങ്ങളുടെ കഴിഞ്ഞിരിക്കുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. സൺഡേ സ്കൂളല്ലോ